നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യമിത്ര. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നൊരു പ്രയാസം ഇന്ന് സാധാരണയായിട്ട് കാണപ്പെടുന്നു. അതായത് ക്രമാതീതമായിട്ടുള്ള യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥയെ നമ്മൾ ഹൈപ്പർ യൂറീസീമിയ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ്? നമ്മൾ ശരീരത്തിലുള്ള കോശങ്ങളിൽ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ ശരീരത്തിലെത്തുന്ന പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ഉപോൽപ്പന്നമാണ് പ്യൂറിൻ. അപ്പോൾ ഈ പ്യൂറിൻ്റെ നടക്കുന്ന വിഘടനത്തിലൂടെ ഉണ്ടാവുന്ന അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ്. അപ്പോൾ നോർമലി ഇത് ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഒക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇത് പ്രോപ്പറായ രീതിയിൽ പുറന്തള്ളപ്പെടാതെ വരുന്ന സമയത്ത് സന്ധികളിൽ അടിഞ്ഞുകൂടുകയും അപ്പോഴാണ് നമുക്ക് സന്ധിവേദന അല്ലെങ്കിൽ നീർക്കെട്ട്, നീര് തുടങ്ങിയവ ജോയിൻസിൽ, അതായത് കാലിൻ്റെ പെരുവിരലിലും മടമ്പിൻ്റെ ഭാഗത്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് മാറാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജനറ്റിക് ഡിസോർഡേഴ്സ് കൊണ്ട് എങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ശരിയായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ യൂറിക് ആസിഡും പുറന്തള്ളപ്പെടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉൽപ്പാദനം ഉണ്ടാവുന്നു ശരീരത്തിൽ, അല്ലെങ്കിൽ ഷുഗർ, കിഡ്നി ഡിസീസുകൾ, അല്ലെങ്കിൽ അമിത ഭാരം തുടങ്ങിയവയൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ യൂറിക് ആസിഡ് ഒരു പ്രശ്നക്കാരനായി കാണാറുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് യൂറിക് ആസിഡിനെ സംബന്ധിച്ച് വരുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ വെള്ളം നല്ല രീതിയിൽ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശരീരത്തിൽ നിന്നും യൂറിക് ആസിഡ് ഒരു 2 ഭാഗവും മൂത്രത്തിലൂടെയും 1 ഭാഗം മലത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കേണ്ടതാണ്. പിന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള നാരുകളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് പ്രോപ്പറായിട്ട് അത് പുറന്തള്ളപ്പെടാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള അരി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സിട്രസ് ഫ്രൂട്ട്സുകൾ എല്ലാം യൂറിക് ആസിഡിനെ പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൂപ്പ് പോലുള്ള ഐറ്റംസ് ഉപയോഗിക്കാം ഫുഡിലാണെങ്കിൽ. പിന്നെ പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ രീതിയിൽ പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും.